എനിക്ക് എൻ്റെ മനസ്സിൽ എത്രയും പ്രിയപ്പെട്ടവരാണ്. ഈ ശലഭങ്ങൾ എന്ന് പറയുന്നത് ഇവർ മാത്രമല്ല, ഒരു 100 ശലഭങ്ങളെ വീടിൻ്റെ ഉള്ളറകളിൽ ഒതുങ്ങിപ്പോവേണ്ടിയിരുന്ന അവരെ കൈപിടിച്ചുയർത്തി ഇപ്പോൾ ഇതുപോലെ നിങ്ങളെ മുമ്പിൽ ഒപ്പന കളിക്കാനും എല്ലാത്തിനും സ്വയം പര്യാപ്തയായിക്കൊണ്ട് ഷബുന അവളുടെ കാര്യം മാത്രം നോക്കി ജീവിച്ചവളല്ല. ഇവരെ പോലുള്ളവരൊക്കെ ഉയർത്തെഴുന്നേൽപ്പ് ഊർജവും ആവേശവും നൽകി സമൂഹത്തിന് ഒരുപാട് നന്മ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഷബുന. അതുപോലെ തന്നെ നമ്മുടെ റഫീഖും. ഹമീദ് മാഷെ കുറിച്ച് പിന്നെ ഞാൻ പറയണില്ല. 100 ആള് വന്നാലും ആ ഒരു വ്യക്തിക്ക് പകരാവൂല, അത് മാത്രം പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ റഫീഖ് വാട്സപ്പ് കൂട്ടായ്മയുടെ ഈ മെമ്പേഴ്സിന്റെ ഒരു സ്നേഹോപഹാരം ഷബുനക്ക് വേണ്ടി സമർപ്പിക്കാൻ ഞങ്ങൾ അരീക്കോട് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ഓക്കെ, പ്രിയപ്പെട്ട അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ പ്രസിഡന്റ് മാത്രമല്ല, നമ്മുടെ ഗ്രൂപ്പിലെ വർഷങ്ങളായിട്ട് നമ്മുടെ ഗ്രൂപ്പിലെ ഒരു മെമ്പർ കൂടിയാണ് അദ്ദേഹം. അരീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള പ്രസിഡന്റ് നൗഷീർ കല്ലടയാണ്. ഇപ്പോൾ ഇവിടെ മനോഹരമായിട്ട് ഒപ്പന കളിച്ച പ്രിയപ്പെട്ട ഷബ്നം പൊന്നാടിന്റെ ടീമിന് ശലഭങ്ങൾക്ക് നൽകുന്നത് ഷബ്നം പൊന്നാടിനാണ് ഈ ഒരു സ്നേഹാദരവ് നൽകുന്നത്. നല്ലൊരു കയ്യടിയും സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു പരിപാടിയുടെ ഒരു മനോഹരമായ നിമിഷങ്ങളിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അരീക്കോട് റഫീഖ് അരീക്കോട് വാട്സപ്പ് കൂട്ടായ്മ അതിന്റെ ചൈത്രയാത്ര തുടങ്ങി ഇത്രയും മനോഹരമായ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരുപാട് ദിനങ്ങൾക്കിടയിലും നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. റഫീഖ് നമുക്ക് വേണ്ടിയിട്ട് ഒപ്പന കളിച്ചിട്ടുള്ള ഷബ്നം പൊന്നാടിന്റെ ടീം ശലഭത്തിന് സ്നേഹാദരവാണ് നൽകുന്നത്. അതുപോലെ തന്നെ റഫീഖിന് ഒരു സ്നേഹാദരവ് ഈ ഒരു മനോഹരമായ സദസ്സിലെ നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തി നൽകുകയാണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് പ്രിയപ്പെട്ട നൗഷീർ കല്ലടയെ വളരെ സ്നേഹത്തോടു കൂടി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യാം. ബഹുമാന്യനായ മഹാ വ്യക്തിത്വങ്ങളെ, എൻ്റെ നല്ലവരായ സഹോദരന്മാരെ, റഫീഖ് കൂട്ടായ്മയുടെ സുഹൃത്തുക്കളെ, ഞാൻ റഫീഖ് കൂട്ടായ്മയിലെ ഒരു അംഗമാണ്. ഞാൻ ആ ഗ്രൂപ്പിലുണ്ട്. പക്ഷെ ഞാൻ അധികമൊന്നും ആ ഗ്രൂപ്പിൽ വല്ലാതെ വരാറില്ല. ചിലപ്പോൾ അതിലെ ഏകദേശം വോയിസുകളൊക്കെ കേൾക്കാറുണ്ട്. നല്ല മാതൃകയായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു കൂട്ടായ്മയാണ്. പാവപ്പെട്ടവരെ അല്ലെങ്കിൽ നമ്മളിൽ നിന്നും പരിമിതികൾ കൊണ്ട് വിട്ടു നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗ്രൂപ്പാണ് റഫീഖ് കൂട്ടായ്മ. ഇപ്പൊ നമുക്കറിയാം, ഞാനൊരു പാലിയേറ്റീവിന്റെ വാഹനവുമായി വാങ്ങുന്നതിന്റെ ഒരു കളക്ഷനും കാര്യങ്ങളുമായി ഉദ്ഘാടനം നടത്തി, അതിന്റെ ലോഞ്ചിങ് നടത്തി. അന്ന് പിറ്റേന്ന് തന്നെ എൻ്റെ അടുത്ത് വന്നു മണി, അതുപോലെ റഫീഖ് വരെ കൂടെ കൂടിയിട്ട് പറഞ്ഞു, ഇതുപോലെ റഫീഖ് വാട്സപ്പിൽ അന്ന് പറഞ്ഞു നമുക്ക് വേണ്ട ഒരു പിരിവും കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ചെയ്താലോചിച്ചപ്പോൾ നിങ്ങൾ അത് ചെയ്യുമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഗ്രൂപ്പ് അരീക്കോട് രാപ്പകലില്ലാതെ ഒരു വൈകുന്നേരം ഞാൻ പറഞ്ഞേക്കാണ്, ഇനി നിങ്ങൾ മതിയാക്കിക്കളി, രാവിലെ തുടങ്ങിയതല്ലേ, ഒരു ലാഭവും ഇല്ലാതെ രാവിലെ 7 മണിക്ക് ആരംഭിച്ച് രാത്രി 9-10 മണി വരെ അവിടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് 60,000 രൂപ അതിലേക്ക് നേടിത്തന്ന റഫീഖ് കൂട്ടായ്മയാണ്. കാരണം അത്രയും നല്ല ഒരു മാതൃകാ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സംഘടനയാണ്. പിന്നീട് ഞാൻ ആ വണ്ടി ഒരു 7 ലക്ഷം രൂപയുടെ വണ്ടിയായിരുന്നു വാങ്ങണമെന്ന് കരുതിയിരുന്നു. അത് വാങ്ങാൻ ഏകദേശമൊക്കെ തീരുമാനിച്ച് നിൽക്കുമ്പോൾ അവർ പറഞ്ഞു, ഈ വണ്ടി പോരാ, ഞങ്ങൾക്കൊരു ബൊലോറോ നല്ല വണ്ടി വേണം, 12 ലക്ഷം റുപ്യൻ്റെ വണ്ടി വേണം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഞങ്ങൾ അതിൻ്റെ കമ്പനി മാനേജർമാരൊക്കെ പോയി, ഞാനും എൻ്റെ കൂടെ മണി ഉണ്ടായിരുന്നു, ഞങ്ങൾ 2 പേരും, പിന്നെ അതുപോലെ തന്നെ അരീക്കോടത്തെ നമ്മളെ ഗൈഫും എൻ്റെ ഗൈഫിനും കൂട്ടിയിട്ട് ഞങ്ങൾ പോയി അങ്ങനെ സംസാരിച്ചു. അതിൻ്റെ വണ്ടി ഏകദേശം അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ടാക്സ് ഇല്ലാതെ കിട്ടുന്ന രീതിയിലുണ്ട്. അപ്പം അതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം വൈകാതെ തന്നെ ഈ മാസം തന്നെ മിക്കവാറും കൊടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറഞ്ഞ പൈസന്റെ പോരായും കൂടി ഉണ്ട് കുറച്ച്, അതൊക്കെ ഒരു ടീം ഏറ്റിട്ടുണ്ട്. അത് നടന്നിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ചാൾ കൂടി കാണാമെന്ന് കരുതി നിൽക്കുകയാണ്. പക്ഷെ നല്ല രീതിയിൽ ഞാനത് പറഞ്ഞപ്പോൾ തന്നെ അതിൽ എൻ്റെ കൂടെ അതിൽ ഒരുപാട് ആളുകൾ സഹകരിച്ച പ്രവാസി സംഘടനകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇതൊരു കൂട്ടായ്മയായിട്ട് അങ്ങാടിയിൽ നിന്നും രൂപ നൽകുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭാവനയാണ്. കാരണം അത് വലിയൊരു